കറക്റ്റ് ഞാൻ പറയണം 5:54 ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിരിക്കാം. 5:54 ഫുഡ് കഴിച്ചിരിക്കാം. അപ്പൊ ഗൈസ് നമ്മൾ പോകുകയാണ്. അപ്പൊ നമ്മൾ ബ്ലാങ്കറ്റ് എടുത്തു, പിന്നെ നാരങ്ങ, ഉപ്പട്ട കടിക്കുന്ന ഉപ്പ്, അങ്ങനെ പിന്നെ ഒരു ബാഗ്, ഒരു കൊട, ഒരു മേക്കപ്പിന്റെ സെറ്റ്. ഹലോ ഓൾ, എൻ്റെ പേര് ജംഷിയ എന്നാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ്. 43 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ കേട്ടോ. എനിക്ക് അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നത് അതുപോലെ യൂട്യൂബിലേക്ക് ഇങ്ങനെ ഇടാറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഗൂഡല്ലൂർ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോണതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ എടുത്തു. അപ്പോൾ എനിക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിക്കൊരു മോളാണുള്ളത്. അവൾ 4th സ്റ്റാൻഡേർഡിലാണ്. ഹസ്ബൻഡ് നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ഹസ്ബൻഡ്, മോളും, പിന്നെ എൻ്റെ സിസ്റ്ററും, എൻ്റെ ചെറിയ സിസ്റ്ററും കൂടിയാണ് ഞങ്ങൾ ഹട്ടിക്ക് പോണത്. ഹട്ടിയിലാണ് കേട്ടോ പ്രോപ്പർട്ടി ഉള്ളത്. പോകുന്ന വഴി ചുരത്തത്തെ കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടുകാണിച്ചുരം വന്നവർക്കൊക്കെ സുപരിചിതമായിരിക്കില്ലേ ഈ ജാറ. നമ്മളവിടെ ഇറങ്ങി ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു 6-6:30 ഞങ്ങൾ ഇറങ്ങി കാണും കേട്ടോ. അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇപ്പോൾ മഴയാകുമ്പോൾ ഈ പ്രകൃതി കാണാൻ വേണ്ടിയിട്ട്. നാടുകാണി ടൗണെത്തി. അവിടുന്ന് നേരെ പോയിട്ട്, അതായത് ഊട്ടി റോഡിന് പോയിട്ട് ഫസ്റ്റ് കാണുന്ന പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡ് ഒരു 3-4 കിലോമീറ്റർ പോകുമ്പോഴത്തിന് നമുക്ക് പ്രോപ്പർട്ടിയിലെത്താം. അതിൻ്റെ ഇടക്കാണ് കേട്ടോ നമ്മളെ ഹട്ടി വരുന്നത്. ഈ അടുത്ത കാലത്ത് ഫേമസ് ആയിട്ടുള്ള ഹട്ടിയിലെ ഇൻസ്റ്റഗ്രാം മൊത്തം ഹട്ടി ആയിരുന്നല്ലോ അല്ലേ. അങ്ങനെ ഹട്ടിയുടെ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് അവിടെ വീടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ചെയ്താൽ എന്താണെന്നുള്ളൊരു തോട്ട് വന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ആക്കി എടുത്തത്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ എപ്പോഴും പോകുന്നതാണ്, വീഡിയോ ഒന്നും ആക്കി നമ്മൾ എടുത്തു വെച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ. നിങ്ങളെല്ലാവരും വന്നിട്ടില്ലേ ഈ സ്ഥലത്തേക്ക്? നിങ്ങളെല്ലാവരും വരുന്ന ഹട്ടിയിലാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ പിന്നെ നമ്മളെ ഹട്ടിയിൽ വിശാലമായ ചായത്തോട്ടുണ്ട്. പിന്നെ അത് അവിടെ ഒരു കുന്നുണ്ട് കേട്ടോ. ആ കുന്നിൻ്റെ മുകളിൽ നമുക്ക് കയറാം. നമുക്ക് അങ്ങോട്ട് കയറാം. അതിൻ്റെ കയറാൻ പാടില്ല. ഇവിടുന്ന് നേരെ പോയാൽ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളെത്തും. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഈ ഓഫീസർ നമ്മളെ തടഞ്ഞു നിർത്തിയത് ഇവിടെ ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. റെസ്ട്രിക്ഷൻ വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു കുന്ന്, ആ കുന്നുമ്മക്ക് ബൈക്കും കാറൊക്കെ കൊണ്ട് കയറുക, അവിടെ അലമ്പുണ്ടാക്കുക, ഈ വഴി മൊത്തം തടഞ്ഞിട്ട് അവിടുത്തെ നാട്ടുകാർക്ക് തടയുക എന്ന് പറഞ്ഞാൽ വണ്ടികളൊക്കെ നിർത്തിയിട്ട് അവിടുത്തെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്. ആന ഇറങ്ങുന്ന നേരത്ത് ആൾക്കാർ വരിക, കൂകി വിളിക്കുക, ആകെ പ്രോബ്ലം ആയിട്ട് ഇപ്പോൾ അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫൈനും ആണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വീട്ടിലേക്ക് ഏറെക്കുറെ എത്താനായിട്ടോ. നമ്മളെ വീടെത്തി. നമ്മളൊപ്പം ഉണ്ട് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് മാഷാ. അട്ട ജീപ്പിലുണ്ടാവില്ല. നമ്മുടെ പ്രോപ്പർട്ടി 2 സ്ഥലങ്ങളിലായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ചപ്പ് പറിക്കാനാവുന്നേ ഉള്ളൂ. ചപ്പ് പറിക്കുന്ന പ്രോപ്പർട്ടി ഇപ്പോൾ വേറെ സ്ഥലത്താണ്, അത് ഓഫ് റോഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജീപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ജീപ്പിലാണ് പണിക്കാരെ കൊണ്ടുപോകലും കേട്ടോ. അതൊക്കെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ മോക്ക് അട്ടനെ ഭയങ്കര പേടിയാണ്. മോക്ക് എന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അട്ടനെ നല്ല പേടിയാണ് കേട്ടോ. അപ്പോൾ ജീപ്പിൽ അട്ട ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയിലാണ് ഓള് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. ഇനി നമ്മൾ ദേവാര ടൗണിലേക്കാണ് കേട്ടോ പോണത്. എല്ലാവർക്കും ലഞ്ചിന് കുഴിമന്തി മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുഴിമന്തിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദേവാല ടൗണിലേക്ക് പോണത്. നമ്മളവിടെ വെച്ച് ചെടിയാണ് അത് കണ്ടോ. നമ്മൾ ഉപ്പാനെ ഫോളോ ചെയ്ത് പോവാൻ കേട്ടോ. ഉപ്പാക്ക് പിന്നെ എല്ലാ മുക്കും മൂലയും അറിയാം കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും സാധനങ്ങളുണ്ട് കേട്ടോ ഈ പലചരക്ക് കടയിൽ. അപ്പോൾ നമ്മൾ മന്തിക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് ഇനി വേണ്ടത് പച്ചക്കറിയാണ് കേട്ടോ.
ഇനി നമ്മൾ പോണത് പച്ചക്കറി കടയിലേക്കാണ് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്, ഇല്ലാത്തതൊക്കെ വാങ്ങിയിട്ട് പോരാന്നുള്ള പ്ലാനിലാണ് കേട്ടോ പോണത്. അവിടുത്തെ പാട്ട് ഇതിൻ്റെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. ഇവിടെ എല്ലാ കടയിലും അടിപൊളി ഡപ്പാങ്കൂത്ത് ഇങ്ങനെ കേൾക്കാട്ടോ. ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അതും കിട്ടി വേറെയാണ്. അതാ സ്പ്രിംഗ് ഓനിയൻ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ, ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പരിപാടിയില്ല കേട്ടോ. ഫുള്ള് പേപ്പറാണ് കേട്ടോ. പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് തരിക. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് ഇനി നമുക്ക് ചിക്കനൊക്കെ വാങ്ങിക്കാണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 12 മണിക്കുള്ള വ്യൂ ആണ് കേട്ടത് ദേവാല ടൗണിൽ. നടക്കണ മന്തി തവർക്കൊണ്ട ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടാണ് കുക്ക് ചെയ്യണം. എൻ്റെ വൈറ്റ് ഡ്രസ്സിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഡിസൈൻ വരും. അതുകൊണ്ട് ഞാൻ അതേ ഡ്രസ്സ് മാറിയിട്ടോ. പേര് കുഴിമന്തി ആണെങ്കിലും കുഴിയില്ലാത്തത് കാരണം ഞങ്ങൾ കുക്കറിലാട്ടോ മന്തി ഉണ്ടാക്കണേ. മന്തി റെസിപ്പി ഒന്നും പിന്നെ ആർക്കും പറഞ്ഞു തരണ്ടല്ലോ അല്ലേ. നമ്മളിപ്പോൾ അരി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. ചിക്കൻ മാരിനേഷന് മന്തി മസാല, ചിക്കൻ ക്യൂബ്സ്, സ്പൈസസ് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. കുക്കറിലായിട്ട് ദമ്മിടണം. അതൊക്കെ ദമ്മിടണം. കുക്കർ വലുതില്ല, ചെമ്പ് വലുതുണ്ട്. പക്ഷെ നമുക്ക് ഈസി കുക്കറിലാണല്ലോ. അപ്പോൾ ഞാൻ 2 കുക്കറിലായിട്ട് വെച്ചിട്ടാണ് തയ്യാറാക്കണത്. ഓരോരോ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടാട്ടോ നമുക്ക് വിസിൽ വന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടേ ചെറുതായിട്ട് അടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് മാനേജബിളാണ് കേട്ടോ. അതെന്തായാലും പിടിക്കും കുറച്ചൊക്കെ. പിന്നെ റൈസും ചിക്കനും മിക്സ് ചെയ്താൽ അപ്പത്തിന് നമ്മളെ മന്തി റെഡിയായി. അപ്പോൾ നമ്മളെ കുഴിമന്തി റെഡി ആയിട്ടോ. ഞങ്ങൾക്കൊക്കെ നല്ല വിശപ്പുണ്ട്. തണുപ്പുള്ള സ്ഥലത്ത് പോയ ഒരു പ്രത്യേക വിശപ്പാണ്. അത് അനുഭവിച്ചവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ എടുക്കുന്ന സ്ഥലം സിറ്റ് ഔട്ടാണ് കേട്ടോ. ചെറിയ മഴയും തണുപ്പൊക്കെ ആയിട്ട് നല്ല കട്ടൻ ചായയും കൂട്ടി അടിക്കുക കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തു കൂടി ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ ഒന്ന് കണ്ട് വന്നപ്പോൾ അകത്തുനിന്ന് ഒരു സൗണ്ടും കേൾക്കാൻ എല്ലാവരും കാണാനില്ല കേട്ടോ. അപ്പോൾ ചെന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും മുറങ്ങിയിരിക്കുന്നു. ഹേയ് മന്തി